നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു വമ്പൻ വാഗ്ദാനമാണ് ഇത്തവണ സൗദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും എയർലൈനുകൾക്കാണ് ഈ വാഗ്ദാനം ഗുണം ചെയ്യുക. സൗദിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് ഈ പ്രഖ്യാപനം. പ്രധാന ആഗോള നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ലാഭകരമല്ലാത്ത റൂട്ടുകളിൽ പറക്കാൻ എയർലൈനുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതാണ് സൗദിയുടെ പുതിയ വാഗ്ദാനം. ഇത്തരം റൂട്ടുകളിൽ സർവീസ് നടത്തുകയാണെങ്കിൽ ഇൻസെന്റീവ് വാഗ്ദാനം ചെയ്താണ് ഇത്തവണ സൗദി എത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കുന്നതിനും 2030 പ്രതിവർഷം 100 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത്. എങ്കിലും സൗദിയിലേക്ക് വരുന്ന യാത്രക്കാരെ സംബന്ധിച്ച് ഇത് ഒരു ആശ്വാസകരമായ വാർത്തയാണ്. ഇൻസെന്റീവായി തുക എയർലൈനുകൾക്ക് സർക്കാർ നൽകുകയാണെങ്കിൽ ടിക്കറ്റ് നിരക്കിലും ഇത് പ്രതിഫലിക്കാതിരിക്കില്ല. ടിക്കറ്റ് നിരക്കിൽ കിഴിവ് പ്രതീക്ഷിക്കാവുന്നതാണ്. എയർ കണക്ടിവിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സർക്കാർ ഈ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് എന്നും പദ്ധതിയെക്കുറിച്ച് എയർലൈനുകളുമായി ചർച്ച നടത്തുകയാണെന്നും ഇതിലൂടെ ഏത് വിമാന കമ്പനികൾക്കും പിന്തുണ ലഭിക്കുമെന്നും ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ പ്രധാന ടാർഗറ്റ് വിപണികളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ തുടങ്ങുക എന്നതാണ്. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇത്തരം സ്ഥലങ്ങളിലേക്ക് നേരിട്ട് സർവീസുകൾ നടത്തുന്നതിൽ എയർലൈനുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ഈ പദ്ധതിയിലൂടെ പരിഹരിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിൽ നിന്ന് നേരിട്ടാണ് ധനസഹായം എത്തുക. എന്നാൽ ഇതിനായി എത്രമാത്രം പണം ചെലവാകുമെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. പദ്ധതിയുടെ ബജറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത വർഷം ലഭ്യമാകുമെന്നും പദ്ധതിയുടെ ഭാഗമായി സൂറിച്ചിലേക്കും ബാഴ്സലോണയിലേക്കും പറക്കുന്നതിന് ദേശീയ വിമാന കമ്പനിയായ സൗദിയുമായി രാജ്യം ഇതിനകം കരാർ ഒപ്പിട്ടതായും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്കായി സൗദി അറേബ്യ പുതിയ വിസ പദ്ധതി ഉടൻ അവതരിപ്പിക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. രാജ്യം 2019 ആരംഭിച്ച ടൂറിസ്റ്റ് വിസകൾ ഇപ്പോഴും നിലവിലുണ്ടെന്നും വിനോദസഞ്ചാരത്തിനായി രാജ്യത്തേക്ക് വരുന്നവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.